ഹായ് ഓൾ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളെ അമ്പലത്തിൽ പോകാനായിട്ടൊന്ന് ഇറങ്ങിയതാ. നമുക്ക് മസ്കറ്റിലെ അമ്പലം ഒന്ന് കണ്ടാലോ? ഈ പോകുന്ന വഴിക്ക് ഈ കാണുന്നതാണ് എൻ്റെ ഹോസ്പിറ്റൽ കേട്ടോ. ഇത്ര അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ രണ്ട് അമ്പലമുണ്ട്, ഒന്ന് ശിവന്റെ അമ്പലവും ഒന്ന് കൃഷ്ണന്റെ അമ്പലവും. അതെ, രണ്ട് അമ്പലങ്ങളും ഗുജറാത്തി സ്റ്റൈലിലുള്ള അമ്പലങ്ങളാണ് കേട്ടോ. സമയവും ഏകദേശം ഒരുപോലെയൊക്കെയാണ് കേട്ടോ. രാവിലെ 6 മുതൽ പിന്നെ ഒരു 11 മണി വരെയും പിന്നെ ഈവനിങ്ങിൽ ഒരു 5 o'clock to 9 o'clock വരെയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഓൾമോസ്റ്റ് ഒരു 6:30 ആകാറായിട്ടുണ്ടായിരുന്നേ. നമ്മൾ നേരെ പോയത് ശിവന്റെ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അത് കുറച്ച് അകത്തോട്ടാണ്. അപ്പം നമ്മൾ ആദ്യം അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ പെട്ടെന്ന് ഇപ്പം തണുപ്പ് തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇരുട്ടും, അതുമല്ല നല്ല കാറ്റും ഉണ്ടായിരുന്നേ. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോഴേ 2 ചെറിയ കടകൾ പോലെയുണ്ട്. അവിടെ നമുക്ക് വെള്ളം, തേങ്ങ, പാല് അങ്ങനെയുള്ള അമ്പലത്തിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ മേടിച്ച് നമുക്ക് അമ്പലത്തിൽ കൊടുക്കാനും പറ്റും. ഇത് ഞാൻ പറഞ്ഞല്ലോ ഗുജറാത്തി സ്റ്റൈലിലുള്ള അമ്പലമാണ്. അപ്പം അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അമ്പലത്തിലെല്ലാം കയറി ഞങ്ങൾ തൊഴുത് ഇറങ്ങി വന്നപ്പം കിട്ടിയ പ്രസാദം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ, ആപ്പിള്, പിന്നെ എന്താ പറയുക, ഉഴുന്നുവട, പിന്നെ മധുരത്തിലുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രസാദം കിട്ടുന്നത്. നാട്ടിലെ അമ്പലത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായി തീർത്ഥവും നമ്മളാണ്, പ്രസാദവും നമ്മളാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടിയ ആ പ്രസാദത്തിൽ നമ്മളത് കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കണമെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പം നമ്മളും അങ്ങനെയാണ്. അവിടുന്ന് കിട്ടിയ പ്രസാദം അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് കഴിച്ചിട്ടേ പോരത്തുള്ളൂ. അമ്പലത്തിൽ ചെന്ന് ഓടി പോരരുത് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് ലൈറ്റുള്ള ആ കപ്പൽ നിങ്ങൾ കണ്ടോ? അതിവിടുത്തെ രാജാവിൻ്റെ കപ്പലാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് മസ്കറ്റ് വന്നപ്പം ഇവിടെയുള്ള ഈ ലൈറ്റുകളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നേ. ഇത്രയും ലൈറ്റോ, അതായത് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു സ്ഥലം കാണുന്നതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്നിൽ അന്നുണ്ടായത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇത് നമ്മുടെ ക്യാമറയിൽ ഇതൊക്കെ ഒന്ന് പതിപ്പിച്ചെടുത്തതേ ഉള്ളൂ. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ കാണാമല്ലോ. അങ്ങനെ നമ്മൾ ശിവന്റെ അമ്പലത്തിലൊക്കെ കയറി രാജാവിൻ്റെ കപ്പലും ഒക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് കൃഷ്ണ അമ്പലത്തിലോട്ടാണ് കേട്ടോ. കൃഷ്ണ അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അവിടെ ഇത് നോക്ക്, ഇതാണ് ഇവിടുത്തെ പള്ളി. എവിടെ? മസ്കറ്റിലുള്ള റൂബി ചർച്ച് എന്നാണ് പറയുന്നത്. ഈ ചർച്ചിൻ്റെ നേരെ സൈഡിലാണ് അമ്പലം. അങ്ങനെ ഏകദേശം 8 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കൃഷ്ണ അമ്പലത്തിലെത്തി. കൃഷ്ണ അമ്പലത്തിൽ പിന്നെ പാർക്കിംഗ് ഒരു പ്രശ്നമല്ല. അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ശിവന്റെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ പാർക്കിംഗ് ഒരു പ്രോബ്ലം തന്നെയാണ്. അധികം സ്പേസ് കിട്ടാറില്ല, കാരണം അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട്. ഈ 2 അമ്പലത്തിലോട്ടും കയറി കഴിയുമ്പം ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാല് കഴുകാൻ വേണ്ടി കുറച്ച് പൈപ്പ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കാലൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിനകത്തോട്ട് കയറുന്നത്. ഇത് ആ സൈഡിലുള്ളത് ശംഖുപുഷ്പമാണ് കേട്ടോ, നീല ശംഖുപുഷ്പം. അങ്ങനെ ഞങ്ങൾ അവിടെ കൃഷ്ണാമ്പലത്തിലെല്ലാം കയറി. ആ ഫ്രണ്ടിലുള്ളത് തുളസിത്തറയാണേ. അവിടെ നിന്ന് കിട്ടിയ പ്രസാദമൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഒരു ആൽമരം ഉണ്ട് കേട്ടോ. അവിടെയും മറ്റേ അമ്പലത്തിലെ പോലെ തന്നെ എല്ലാവരും കൊണ്ട് വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുന്ന കാണാം, വലം വെക്കുന്നതും കാണാം. അത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാനിത് കണ്ടേക്കുന്നത്. ആ ചപ്പൽ റാക്കിൻ്റെ സൈഡിൽ കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ ആ കാല് കഴുകി കയറാനുള്ള സ്പേസ്. അങ്ങനെ ഞങ്ങൾ കൃഷ്ണ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി. അവിടെ നിന്ന് വന്നപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. പിന്നെ ഇത്ര ആയില്ലേ, വെളിയിൽ വന്നതല്ലേ, പിന്നെ ഫുഡ് കഴിക്കാതെ വീട്ടിൽ കയറാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ ലൈറ്റായിട്ട് പൊറോട്ടയും കഴിച്ച്, മോച്ചയാണെങ്കിൽ നെയ് റോസ്റ്റും കഴിച്ച്. എന്നും ചെല്ലുമ്പോൾ ഓർക്കും പൊറോട്ട കഴിക്കരുതെന്ന്, ചീത്തയാന്നൊക്കെ. പക്ഷേ എന്താണെന്നറിയില്ല, ഇതെന്തിനാ പിണങ്ങിയിരിക്കുന്നതെന്നറിയാവോ? ഇറങ്ങിയ സമയത്ത് ഈ കണ്ട മിഠായികളെല്ലാം ഇരിക്കെ ദേവക്കുട്ടന് ബബിൾക്കം വേണം. ബബിൾക്കം മേടിച്ചാൽ ദേവമോള് കഴിക്കും. പക്ഷേ ഉണ്ണിക്കുട്ടന് അത്ര കംഫോർട്ടല്ല. അവർ തമ്മിൽ അടിയാകണ്ടല്ലോ എന്ന് കരുതി ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതിനാണ് മുഖം അങ്ങനെ വീർപ്പിച്ച് വെച്ചേക്കുന്നത്. ഫുഡൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാനേ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഇത് ചെക്ക് ചെയ്തപ്പം കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് കാണുന്നത്. അതിൽ കുറച്ച് പേര് ഒമാനിൽ നിന്നുള്ളവരും ഉണ്ട്. ആർക്കെങ്കിലും ഉപകാരമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.